തോളത്തിടാനല്ല പറഞ്ഞത്. ഇനി ഇവിടെ ഇരിക്ക. രാത്രി മുഴുവൻ ഞാൻ കാവലിരിക്കണോ? എനിക്ക് ഉറക്കം വരുന്നു, ഞാൻ കിടക്കട്ടെ. പക്ഷേ വിളക്കണക്കാതെ എനിക്ക് ഉറക്കം വരികയല്ല. എന്നാ ഞാൻ വിളക്കണക്കട്ടെ. എങ്കിൽ ഞാൻ പോയിക്കൊള്ളാം. പോയിക്കോ. അവര് അവിടെ ഞാൻ ഉണ്ടെങ്കിലോ? അവരെത്ര പേരുണ്ടായിരുന്നു? 2 പേരുണ്ടായിരുന്നു. നിനക്ക് ഒരാളെ നേരിടാൻ ധൈര്യമുണ്ടെങ്കിൽ ഇവിടെ കിടക്കാം. അതല്ല, കൂടുതൽ ധൈര്യമുണ്ടെങ്കിൽ പോവാം. അപ്പൊ കുറച്ച് ധൈര്യമുള്ളല്ലേ ദീപണ്ണേ? ഞാൻ നിന്നെ പിടിച്ച് തിന്നാനൊന്നും പോകുന്നില്ല. ഇതാ നോക്ക്, ഇവിടെ കിടന്ന് ഉറങ്ങിട്ട് രാവിലെ വീട്ടിൽ പോവാൻ നോക്ക്. കിടന്നോ. അപ്പോ കിടക്കാനോ? ഇത് 2 പേർക്ക് കിടക്കാമല്ലോ. എനിക്ക് തറയിൽ കിടക്കുന്ന ഇഷ്ടം, അതുകൊണ്ടാണ് ഇവിടെ കട്ടിലില്ലാത്തത്. അതിരിക്കട്ടെ. നീ എങ്ങനെ പാർട്ടി ഉറക്കത്തിൽ കിടന്ന് ഉരുളൂ? എന്നാ ഞാൻ ചിലപ്പോ ഉരുണ്ടെന്ന് വരും. കിടന്നോ. നീ കയ്യോ കാലോ അടുത്ത് കിടക്കുന്നവരുടെ മേത്തിടുവോ? ഇല്ല. എന്നാ ഞാൻ ചിലപ്പോ ഇട്ടെന്ന് വരും. നീ കിടന്ന് വിളിച്ചു പോയി ആളെ കൂട്ട്. കിടന്നു. നിൽക്കവിടെ. അവളുമായി കാണരുതെന്ന് പറഞ്ഞില്ലേ? ചോദിച്ചത് കേട്ടില്ലേടാ? പറയൂ, നീ അവളെ കാണാൻ പോയതല്ലേ? അതെ. അതെ. എന്റെ വാക്കുകൾക്ക് ഒട്ടും വില കൽപ്പിച്ചിട്ടില്ല. ഇനി വാക്കുകളില്ല. അയ്യോ, ഒന്നും ചെയ്യരുത്. മാറൂ. അവിടെ നിന്ന് മാറാൻ. ഇല്ല, ഞാൻ സാധിക്കില്ല. ലക്ഷ്മി, അവനെ വിട്. എന്നെ അനുസരിക്കാത്ത മകൻ എനിക്ക് വേണ്ട. നീ മാറുന്നോ ഇല്ലയോ? ഇല്ല, എന്നെ കൊന്നിട്ടായിക്കോളൂ. എന്റെ പൊന്നു മോനെ, അച്ഛൻ പറയുന്ന ഒന്ന് കേൾക്ക് മോനെ. എന്നെ അനാഥയാക്കല്ലേ അച്ഛാ. അച്ഛാ, അച്ഛാ, എന്തേട്ടാ? നീ ഇന്നലെ രാത്രി എവിടെയായിരുന്നു? ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. എന്റെ മുഖത്ത് നോക്കി കള്ളം പറയാൻ നിനക്ക് ഇത്ര ധൈര്യം? തെരുവിൽ നിന്നും നിന്നെ കൊണ്ടുവന്നത് ഒരു അഴിഞ്ഞാട്ടക്കാരിയാകാനല്ല. ആരാടി അവിടെ താമസിക്കുന്നത്? ഇവിടെ താമസിക്കുന്ന ഞാനാ, പീറ്റർ. ഓഹോ, താനിവിടെ ഉണ്ടല്ലേ? ഒരു കാര്യം ഓർമ്മിക്കുന്നത് നന്ന്. പറഞ്ഞാൽ ഓർത്തു വെക്കാൻ ശ്രമിക്കാം. ഇവൾ ഒരു അനാഥയല്ല. അവൾ എന്റെ. അതേതായാലും നന്നായി. ടാക്സി ഡ്രൈവർ ഗോപി ആളിത്തിരി പെശകാണ്. അത് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ഇവിടെ താമസിക്കാം. അല്ല, അകത്തുപടി.
എനിക്കൊരു കാര്യം പറയാനുണ്ട്. പറഞ്ഞോളൂ. ഇപ്പോഴല്ല, പിന്നെ? ഞാൻ രാത്രി വരാം. ഉറങ്ങരുത്. എടി പെണ്ണേ, നീ കൊള്ളാമല്ലോ. എന്നെ തല്ലു വിളിച്ച് അടങ്ങോ? ഞാനൊന്നും ചെയ്തില്ലല്ലോ. നീയാണ് ഈ കുഴപ്പങ്ങൾക്കെല്ലാം കാരണം. ഇഷ്ടമില്ലായിരുന്നെങ്കിൽ എന്തിനു വിവാഹത്തിന് സമ്മതിച്ചു? നിന്നെ വിവാഹം കഴിച്ചാൽ എന്നെ അവളിൽ നിന്നും വേർപെടുത്താമെന്ന് കരുതി. ഇല്ല, അതാർക്ക് സാധ്യമല്ല. ഞാൻ അവളെ കാണും, എന്നും കാണും, എനിക്കിഷ്ടമുള്ളപ്പോഴൊക്കെ. ഞാൻ മാത്രമാണെങ്കിൽ സാരമില്ല. അച്ഛനും അമ്മയും പിന്നെ ഈ നാട്ടുകാരും ഒക്കെ ഇതറിയുന്നില്ലേ? നാട്ടുകാരോ? ആ, ഒരു ടാക്സി ഡ്രൈവർ എന്ന് പറയുന്ന കേട്ടല്ലോ. ഓഹോ, അവനത് ഇവിടെ എത്തിച്ചല്ലേ? അറിയട്ടെ, എല്ലാവരും അറിയട്ടെ. ദൈവത്തെ വിചാരിച്ച് ഞാൻ പറയുന്ന ഒന്ന് കേൾക്കും. അച്ഛനെയും അമ്മയും വിഷമിപ്പിക്കാതിരിക്കാനെങ്കിലും എന്നോട് സ്നേഹം കാണിച്ചുകൂടെ? എങ്ങും പോകാതെ കുറച്ചു ദിവസമെങ്കിലും ഇവിടെ കഴിഞ്ഞൂടെ? സാധ്യമല്ല. ഞാൻ അവളെ ഇവിടെ കൊണ്ടുവരും, ഇവിടെ താമസിപ്പിക്കും. വേണമെങ്കിൽ ഇന്ന് തന്നെ. എന്നെ തടയുന്നത് ആരാണെന്ന് എനിക്കൊന്ന് അറിയണം. വേണ്ടാത്തൊന്നും കാണിക്കരുത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ പലതും സംഭവിക്കും. എന്ത് വേണം സംഭവിച്ചോട്ടെ. മാറ്. മോനെ, മോനെ പ്രഭേ. ഇല്ല, ഞാൻ ആരുടെയും മോനല്ല. നിങ്ങളെന്റെ ആരുമല്ല. വിടും. അങ്ങനെ പറയില്ല മോനെ. വിടാനല്ലേ പറഞ്ഞത്? മോനെ, മോനെ, പോകരുത് മോനെ. നിൽക്ക് മോനെ, ഞാൻ പറയുന്നത് കേൾക്ക് മോനെ. അയ്യോ അമ്മേ, 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 അമ്മേ. സാരമാക്കാനില്ല, ഒരു ചെറിയ ഷോക്ക് മാത്രം. ഒന്ന് റിലാക്സ് ചെയ്യട്ടെ. താങ്ക് യുടാ. ഞാൻ വരട്ടെ. അമ്മേ, മോനെ, മോനെ, മോനെ. മോനെവിടെ? എന്റെ മോനെവിടെ? ഞാൻ എവിടെയാണ്? എന്റെ മക്കൾ എവിടെ? ലക്ഷ്മി, എന്താ ഇത്? ലക്ഷ്മിയോ? ഞാൻ മീനാക്ഷിയാണ്. എനിക്ക് എന്റെ കുഞ്ഞുങ്ങളെ ഉടനെ കാണണം. എനിക്ക് പോണം. ലക്ഷ്മി, അനങ്ങാതെ കിടക്കൂ. അനങ്ങാതെ കിടക്കാൻ. എനിക്ക് എന്റെ മക്കളെ ഉടനെ കാണണം. ലക്ഷ്മി, എന്താ ഇത്? ലക്ഷ്മി, വിടാനല്ലേ പറഞ്ഞത്? അനങ്ങാതെ കിടക്കൂ ലക്ഷ്മി. ലക്ഷ്മി, അയ്യോ, എന്നെ കഥ പറ്റി. എന്നെ എന്തിനിവിടെ കൊണ്ടുവന്നു? ഞാൻ എങ്ങനെ ഇവിടെ വന്നു? ഞാൻ പറയുന്നു കേൾക്ക്. കുറച്ചു നേരത്തേക്ക് സമാധാനമായി കിടക്ക്. വേണ്ട, എന്റെ മക്കൾ വഴി കാത്തിരിക്കും. എനിക്ക് പോണം. അമ്മേ, അമ്മ ഇവിടെ കിടക്കൂ. ഞാൻ നിന്റെ അമ്മയല്ല. എന്റെ മോൾ കുഞ്ഞാണ്. എനിക്കത് കാണണം. ലക്ഷ്മി, നീ ഒരു കാർ അപകടത്തിൽപ്പെട്ടതാണ്. എന്നാൽ എന്റെ കുഞ്ഞുങ്ങളെ ഇങ്ങനെ ഇങ്ങോട്ട് കൊണ്ടുവരൂ. അവർ മണ്ഡപത്തിൽ തന്നെ വിശന്നിരിക്കുകയായിരിക്കും. എന്താ നോക്കി നിൽക്കുന്നത്? പോയി കൂട്ടിക്കൊണ്ട്
കൊണ്ടുവരൂ. ലക്ഷ്മി, 20 വർഷം കഴിഞ്ഞിട്ടാണ് നിനക്ക് ഓർമ്മ തിരിച്ചു കിട്ടിയിരിക്കുന്നത്. 20 വർഷമോ? 20 വർഷമോ? അപ്പൊ എന്റെ കുഞ്ഞുങ്ങളെവിടെ? മോനെവിടെ? അയ്യോ, എനിക്ക് അവരെ കാണണം. ഞാൻ പോവും. അയ്യോ, എന്റെ മോനെവിടെ? എനിക്ക് അവരെ കാണണം. അമ്മേ, പറയുന്ന കേക്കമ്മേ. അയ്യോ, അമ്മേ, 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 ഇങ്ങോട്ട് നോക്കമ്മേ.